ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ പേര് സംസാരിക്കുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, അങ്ങനെയൊക്കെ പലരും സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയതിൻ്റെ അകത്ത് സംശയം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇത് ബിഗിനേഴ്സിനാണ് വീഡിയോ, ബിഗിനേഴ്സ് കണ്ടാൽ മതിയാവും, ബാക്കിയുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ലാത്തവർ കാണുക. അതായത് നമുക്ക് 3 ടൈപ്പ് മണി ഉണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ നിങ്ങൾ പലരും സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും ഞാൻ അറ്റ് ദ മണിയിലാണ് മേടിക്കാറ്, അല്ലെങ്കിൽ ഞാൻ ഇൻ ദ മണിയിലാണ് മേടിക്കാറ്, ഞാൻ ഔട്ട് ഓഫ് ദ മണിയിൽ മേടിക്കാറില്ല, ഔട്ട് ഓഫ് ദ മണിയിൽ മേടിച്ചാൽ എന്താണ് DK കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 ടൈപ്പ് മണി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്താണ് നമുക്ക് അറ്റ് ദ മണി എന്ന് പറയാം, ATM. ഓക്കെ, അതിന് നമുക്ക് അറ്റ് ദ മണി എന്ന് പറയാം, അറ്റ് ദ മണി. അടുത്തത് OTM, അതായത് ഔട്ട് ഓഫ് ദ മണി. അടുത്തത് ITM, ഇൻ ദ മണി. ഓക്കെ, പിന്നെ നമ്മൾ ഗ്രാഫിൽ ഫോണിലെ ലാപ്പിൽ ഗ്രാഫിൽ ഒന്ന് കാണിക്കാൻ വെച്ചാൽ പാടായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ബിഗിനേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി എന്ന് പറഞ്ഞ 3 കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ മാർക്കറ്റിൽ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിനെയാണ് ശരിക്കും ഈ മണി എന്ന് പറഞ്ഞ, അതായത് മണി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ട്രൈക്ക് പ്രൈസ് നമുക്കറിയാമല്ലോ, 43,000, 43,200, 43,200, 43,300 എന്ന് പറഞ്ഞാൽ മേളിലോട്ട് പോകും. പിന്നെ 43,300 താഴെ 42,900, 42,800 അങ്ങനെ പറഞ്ഞാൽ താഴ്ത്തിട്ടും വരും. അപ്പം ജസ്റ്റ് ഇപ്പോൾ നമ്മൾ അറ്റ് ദ മണി, ATM-OTM-ITM എന്നൊക്കെ പറഞ്ഞ സാധനം, അത് സിയുടെ കേസിലും പിയുടെ കേസിലും ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് കോൾ ബയേഴ്സിൻ്റെ കേസിലും പുട്ട് ബയേഴ്സിൻ്റെ കേസിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കോൾ ബയേഴ്സിൻ്റെ കേസിലാണ്. കോൾ ബൈ, അതായത് ബൈ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ കോൾ ബൈ ചെയ്യുന്ന ആൾക്കാരുടെ കൺസെപ്റ്റിലാണ് ഞാനിനി അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്രാഫ് ഒന്ന് സൈഡിൽ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസുകളാണെന്ന് വയ്ക്കുക. ഞാനിവിടെ എഴുതുന്നുണ്ട് 43,000, 43,100, 43,200, 43,300. ഓക്കെ, അതേപോലെ തന്നെ താഴത്തേട്ട് ഞാൻ എഴുതുവാണ് 42,900, 42,800, 42,700. ഓക്കെ, അപ്പോൾ നമ്മൾ കോൾ ബയേഴ്സാണ് വയ്ക്കുക. അപ്പോൾ ഞാൻ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ് വരയ്ക്കുന്നത്. മാർക്കറ്റ് കയറി ഏകദേശം ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വയ്ക്കുക. അതായത് ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഒരു ഡോട്ട് വരച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നിൽക്കുന്നത്, ഓക്കെ, 42,980 നിൽക്കുക. ഇപ്പോൾ മാർക്കറ്റ് എവിടെയാണ്? 42,980. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാൻഡിൽ വന്നാണ് ഇങ്ങനെ കോൾ ഇതായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 42,980 മാർക്കറ്റ് നിൽക്കുമ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുന്നുള്ളവരാണല്ലോ കോൾ ബയേഴ്സ് അല്ലേ? മേളിലോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നുള്ളവരാണ് കോൾ ബയേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് 43,000 മുകളിലോട്ടുള്ള ഏതെങ്കിലും ഒരു കോള് മേടിക്കും. അതായത് നമുക്കൊന്നില്ലെങ്കിൽ 43,300 മേടിക്കാം, 43,300 മേടിക്കാം, 200 മേടിക്കാം, 43,000 മേടിക്കാം. ഓക്കെ, അപ്പോൾ 42,980 മാർക്കറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ അറ്റ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന പ്രൈസാണ്. ഓക്കെ, 42,980 സി എന്ന് വെച്ചാൽ മേളിലോട്ടല്ലേ. അപ്പോൾ 42,980 തൊട്ട് മേളിലുള്ള പ്രൈസ് ഈ 43,000, ഇതാണ് അറ്റ് ദ മണി ആയിട്ട് അന്നേരം വരുന്നത്. അതായത് അറ്റ് ദ മണി ഏതാണ് അന്നേരം? 43,000. അതായത് നമ്മുടെ മേടിക്കാൻ പോകുന്ന കോൾ ഓപ്ഷൻ അതായത് ഇപ്പോൾ മാർക്കറ്റ് പോകുന്ന കണ്ടീഷനിൽ 42,980 തൊട്ടടുത്തുള്ള കോൾ ഓപ്ഷനെ നമ്മൾ അറ്റ് ദ മണി എന്ന് പറയും. അപ്പോൾ എന്താണ് ഇൻ ദ മണി? അതായത് മാർക്കറ്റ് കവർ ചെയ്ത ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഈ കവേർഡ് ഏരിയയിലുള്ള സ്ട്രൈക്ക് പ്രൈസുകൾ, ആ പ്രൈസുകളെയാണ് നമ്മൾ ഇൻ ദ മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൈസിലുള്ള എല്ലാ കോൺട്രാക്റ്റിനെയും നമ്മൾ
ഇൻ ദ മണി എന്ന് പറയും. ഓക്കെ, ITM ഇതിനെല്ലാം ഇൻ ദ മണി എന്ന് പറയും. ഇനി മാർക്കറ്റ് ഇവിടെ കവർ ചെയ്യാത്ത ഏരിയ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ OTM ഔട്ട് ഓഫ് ദ മണി എന്ന് പറയും. അതായത് ഈ മാർക്കറ്റ് എത്തിപ്പെടാത്ത സ്ഥലത്ത് നമ്മൾ OTM എന്ന് പറയും. മാർക്കറ്റ് എവിടെയാണോ നിൽക്കുന്നത് അതിന് തൊട്ടടുത്തുള്ള പ്രൈസിനെ ATM എന്ന് പറയും. മാർക്കറ്റ് കവർ ചെയ്ത് ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ടോ 40,400 ഇതൊക്കെ ITM ഇൻ ദ മണി എന്ന് പറയും. അപ്പോൾ ഇതാണ് ചെറിയൊരു കൺസെപ്റ്റ്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ചെറുതായിട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അറ്റ് ദ മണി, എന്താണ് ഔട്ട് ഓഫ് ദ മണി, എന്താണ് ഇൻ ദ മണി എന്നൊക്കെ മനസ്സിലാകും. അപ്പോൾ ഇത് കോൾ ബയേഴ്സിൻ്റെ കേസിനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് പുട്ട് ബയേഴ്സിൻ്റെ കേസിലൂടെ പറയാം. അതായത് ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ 43,000 ഞാൻ അടയാളപ്പെടുത്തി, 42,900 അടയാളപ്പെടുത്തിയിട്ടുണ്ട്, 42,800 അടയാളപ്പെടുത്തുന്നുണ്ട്, 42,700. മേലോട്ട് വേണമെങ്കിൽ 43,100, 43,200, 43,300. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതും മാർക്കറ്റ് വന്നിരിക്കുന്നത് 42,980 വയ്ക്കുക. ഓക്കെ, 42,980 ഇത് ഞാൻ പറയുന്നത് പുട്ട് ബയേഴ്സിൻ്റെ കേസിലാണ്. പുട്ട് ബയേഴ്സ് അതായത് എന്താണ്, PE ബൈ ചെയ്യുന്നവർ. ഓക്കെ, PE ബൈ ചെയ്യുന്നവരുടെ കൺസെപ്റ്റിലാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി. അപ്പോൾ PE ബൈ ചെയ്യുന്നവരുടെ കേസിൽ മാർക്കറ്റ് എന്തായി, ഇവിടുന്ന് 42,980 മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ PE ബൈ ചെയ്യുന്നവർക്ക് എപ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്? അവർക്ക് മാർക്കറ്റ് താഴ്ത്തേട്ട് പോകുമ്പോഴാണ് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിയുടെ കൺസെപ്റ്റിൻ്റെ നേരെ വിപരീതമായിട്ടായിരിക്കും PEയുടെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇവർക്ക് താഴ്ത്തേട്ട് പോകുമ്പോഴല്ലേ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവരുടേത് അറ്റ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 42,900 ആയിരിക്കും ഇവർക്ക് അറ്റ് ദ മണി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തേട്ട് വരുമ്പോഴല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് 42,900 അടുത്ത് വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതുകൊണ്ട് ആ 42,900 ആയിരിക്കും ഇവർക്ക് അറ്റ് ദ മണി, PEയുടെ കേസിലുള്ളവർക്ക്. ഓക്കെ, അതായത് ഇവർക്ക് അപ്പോൾ ഔട്ട് ഓഫ് ദ മണി എന്തായിരിക്കും, മാർക്കറ്റ് ഈ കവർ, അതായത് ഇവിടുന്ന് താഴ്ത്തേട്ട് വരുന്തോറും ഇവർക്ക് പ്രോഫിറ്റ് കൂടിക്കൂടി വരും. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് 42,600 ഭയങ്കര വില കുറവായിരിക്കും. പക്ഷേ മാർക്കറ്റ് ഇവിടെ കവർ ചെയ്ത് വരുന്തോറും ഇവർക്ക് പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സൈഡിലുള്ളവർക്ക് നമുക്ക് ഔട്ട് ഓഫ് ദ മണി ആയിട്ട് കണക്കാക്കാം. ഇവർ ഔട്ട് ഓഫ് ദ മണിയാണ്. പക്ഷേ ഈ മാർക്കറ്റ് ഇവിടെ ഓൾറെഡി 42,300 കവർ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. 42,980, അതായത് 42,800 പുട്ട് ബയേഴ്സിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 43,000, 43,100, 43,200 ഒക്കെ അപ്പോൾ എന്താണ്, ഇൻ ദ മണിയാണ്. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചാൽ മതി. അതായത് പുട്ട് CA ബയേഴ്സ്, കോൾ ബയേഴ്സിൻ്റെ കേസിൽ അവർക്ക് 42,980 മാർക്കറ്റ് നിന്നപ്പോൾ അവർക്ക് 43,000 അറ്റ് ദ മണി. പക്ഷേ നമ്മൾ ഇൻ കേസ് ഓഫ് പുട്ട് ബയേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് 42,980 നിൽക്കുമ്പോൾ അതിൻ്റെ അറ്റ് ദ മണി പ്രൈസ് 42,900. അതായത് താഴത്തേട്ടാണ്. നമ്മൾ പുട്ടുള്ളവർക്ക് നേരെ താഴത്തേക്ക് വരുമ്പോഴാണ് അവർക്ക് അറ്റ് ദ മണി വരുന്നത്. താഴത്തേട്ട് പോകുന്നവരും അവർക്കെല്ലാം ഔട്ട് ഓഫ് ദ മണി ആയി പോകും. അതേപോലെ മുകളിലുള്ളത് ഫുള്ള് അവർക്ക് ഇൻ ദ മണി. സിയുടെ കേസിൽ താഴെയുള്ളത് ഫുള്ള് ഇൻ ദ മണി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിയുടെ കേസിൽ പഠിച്ചാൽ മതി. സിയുടെ കേസിൽ മാർക്കറ്റ് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അത് ഈ കേസെല്ലാം അവർക്ക് ഇൻ ദ മണി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഈ സാധനം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വരച്ച് കാണിക്കാം. കാരണം ഇതിപ്പോൾ ഞാൻ രണ്ടും സെയിം ഗ്രാഫ് പോലെ വരച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇച്ചിരൂടെ കോംപ്ലിക്കേഷൻ ആയത്. അപ്പോൾ ഞാൻ ഈ സെയിം ഇത് തന്നെ ഞാൻ വേറൊരു രീതിയിൽ വരച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരൂടെ ഒന്ന് സെറ്റപ്പായിട്ട് മനസ്സിലാകും. അതായത് ഞാൻ ഗ്രാഫ് ഒന്നുകൂടെ എടുത്ത് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ 43,000 അടയാളപ്പെടുത്തുന്നുണ്ട്. 43, 42,900, 42,800, 42,700. ഓക്കെ, അടയാളപ്പെടുത്തി. ഇനി 43,100, 43,200, 43,300. ഓക്കെ, അടയാളപ്പെടുത്തി.
അപ്പോൾ ഞാൻ ഈ വരച്ച ഗ്രാഫിന് പകരം ഞാൻ ഇങ്ങനെ ഒന്ന്, അതായത് മാർക്കറ്റ് ഇവിടുന്ന് അപ്പായിട്ട് ഇവിടെ വന്നിട്ട് ഈ തിരിച്ചു പോകുന്നൊരു കണ്ടീഷൻ എടുത്ത് ഞാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് വന്നു. അപ്പോൾ ഇതെന്താണ്? 42,980. ഓക്കെ, ഇനി പറയാം ഏതാണ് ഇതിൻ്റെ അകത്ത്. ഇത് ഞാൻ പിയുടെ കേസിലാണ് പറയുന്നത്, പി ബൈ ചെയ്യുന്നവരുടെ കേസിലാണ് പറയുന്നത്, പുട്ട് ബൈയേഴ്സ് കേട്ടോ, പുട്ട് ബൈയേഴ്സ്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് നേരെ ഇറങ്ങി വന്നു. അപ്പോൾ ഇവർക്ക് ഏതായിരിക്കും അറ്റ് ദ മണിയായിട്ട് വരുന്നത്? കാരണം മാർക്കറ്റ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഇവിടെ നിന്ന് എന്താണ് കയറി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിത് ഗ്രാഫ് ഒന്ന് തിരിച്ചു വരച്ചാണ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. ഞാൻ മറ്റേ സെയിം ഗ്രാഫിൽ തന്നെയാണ് കാണിച്ചത്. അപ്പോൾ എന്താണ് 42,980 ഏറ്റവും അടുത്ത് ഏതാണ് തൊട്ടടുത്ത് കിടക്കുന്നത്? പി ആണ് നമ്മൾ എടുക്കുന്നത്. പി എന്ന് വെച്ചാൽ താഴ്ത്തിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ 42,900 ആണ് അവർക്ക് അറ്റ് ദ മണി. അപ്പോൾ മാർക്കറ്റ് കവർ ചെയ്ത് വന്ന സ്ഥലങ്ങൾ കണ്ടോ, ഇത് 42. അപ്പോൾ ഈ ഏരിയ ഫുള്ള് അവർക്ക് എന്താണ്? ഇന്തമണിയാണ്. ഇവിടെ നമ്മൾ കവർ ചെയ്ത് പോയ സ്ഥലങ്ങൾ എന്താണ്? ഇത് ഇന്തമണിയാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഇന്തമണിയാണ്. അതേപോലെ ഈ മാർക്കറ്റ് ഇനി എത്താനുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അതാണ് ഇവർക്ക് ഔട്ട് ഓഫ് ദ മണി, ATM. ഓക്കെ, ഈ 42,800, 700, 600 എല്ലാം അവർക്ക് ATM ആണ്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി എന്നുള്ള കൺസെപ്റ്റ്. ഞാൻ നേരത്തെ വരച്ചത് മാർക്കറ്റ് മേളിലോട്ട് പോകുമ്പോൾ ഉള്ള കണ്ടീഷനാണ് വരച്ചത്. മനസ്സിലാക്കാൻ വെച്ചാൽ പാടായതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിനെ താഴ്ത്തേട്ട് വരുന്ന കണ്ടീഷനിൽ വരച്ചത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, ഇൻ ദ മണി, ATM, ഇൻ ദ മണി എന്ന് ഉദ്ദേശിക്കുന്ന സാധനം. അപ്പോൾ ഇത് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് ബിഗിനേഴ്സിന് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരാവുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പറഞ്ഞു തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചേരെ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.